Hi my dear students, welcome back to the next topic, motivation process, പ്രചോദന പ്രക്രിയ. ഈ ടോപ്പിക്കിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് മുൻപ് നമുക്കൊരു ഉദാഹരണം നോക്കാം. സാം എന്നൊരു MBA വിദ്യാർത്ഥി നഗരത്തിലെ ഒരു ലോഡ്ജിലായിരുന്നു താമസിച്ചിരുന്നത്. ലോഡ്ജിനരികെയുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് സാം സാധാരണ എന്നും ഭക്ഷണം കഴിക്കാറ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹർത്താൽ പ്രഖ്യാപിക്കുകയും കടകളെല്ലാം അടച്ചിടുകയും ചെയ്തു. അതിനാല് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവന് സാധിച്ചില്ല. ഉച്ചയോടടുത്തപ്പോഴത്തേക്കിന് അവൻ ആകെ അസ്വസ്ഥനായി. ഭക്ഷണം തേടി അവൻ റോഡിലൂടെ നടന്നു. ഏകദേശം 3 കിലോമീറ്ററോളം നടന്നതിന് ശേഷം ചപ്പാത്തിയും കറിയും വിൽക്കുന്ന ഒരു ഹോട്ടൽ കണ്ടെത്തി. ആകെ കയ്യിലുണ്ടായിരുന്ന 100 രൂപയിൽ നിന്ന് 50 രൂപ മുടക്കി അവൻ ഭക്ഷണം തൃപ്തിയോടെ കഴിച്ചു. ഭക്ഷണത്തിന് ശേഷം ഊർജം തിരികെ ലഭിച്ചതായി അവൻ അനുഭവപ്പെട്ടു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു വ്യക്തിയുടെ അതൃപ്തമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാത്ത ആവശ്യങ്ങൾ ആ വ്യക്തിയിൽ മാനസിക സംഘർഷം അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാക്കും, അല്ലെ? തുടർന്ന് അവന്റെ ത്വരയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരം ത്വര അല്ലെങ്കിൽ ഡ്രൈവ് അല്ലെങ്കിൽ അഭിവാജ്ഞ തന്റെ ആവശ്യം നിറവേറ്റുന്നതിനുള്ള അന്വേഷണമാക്കി അവൻ മാറ്റും. ഒരിക്കൽ ഈ ആവശ്യം തൃപ്തിപ്പെട്ടാൽ അവൻ ടെൻഷനിൽ നിന്നും വിമുക്തനാവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. നോക്കുക, മോട്ടിവേഷൻ പ്രോസസ്സ് കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിക്കേ, ഇത് നമ്മുടെ സാമാണെന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്, അല്ലെ? ഏറ്റവും മുന്നിൽ വെച്ചുകൊണ്ട് ആകെ വളരെ ടെൻസ്ഡ് ആയിട്ട് അൺസാറ്റിസ്ഫൈഡ് നീഡായിട്ട് ഇരിക്കുകയാണ്. അത് അവനിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ടെൻഷൻ കാരണം നഖമൊക്കെ കടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അതിനുശേഷം അവന് എന്തു തോന്നുന്നു? ഡ്രൈവ്സ്, അല്ലെ? ത്വര, അതായത് ഫുഡ് അന്വേഷിക്കുന്ന ത്വര, മോട്ടിവേഷൻ ടു അച്ചീവ്, അത് നേടാനുള്ള ഒരു അഭിവാജ്ഞ അവനിൽ ഉണ്ടാവുന്നു. സെർച്ച് ബിഹേവിയർ, അല്ലെ? ഫുഡ് എവിടെന്നെങ്കിലുമൊക്കെ കണ്ടെത്തുന്നു, അത് കഴിക്കുന്നു, ടെൻഷൻ മാറുന്നു. മോട്ടിവേഷന്റെ പ്രോസസ്സാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഓരോ സ്റ്റെപ്പുകളാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. നമുക്ക് നമ്മുടെ ടെക്സ്റ്റൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. നോക്കുക, മോട്ടിവേഷൻ പ്രോസസ്, പ്രചോദന പ്രക്രിയ. മോട്ടിവേഷൻ പ്രോസസ് ഈസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ നീഡ്സ്. ഹ്യൂമൻ നീഡിനെ ആധാരമാക്കിയാണ് മോട്ടിവേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. An unsatisfied need of an individual creates tension which stimulates his or her drives. അതായത് ഒരു തൃപ്തിപ്പെടാത്ത ഒരു ആവശ്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അൺസാറ്റിസ്ഫൈഡ് നീഡ് ഒരു വ്യക്തിയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും? ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും, അല്ലെ? അത് അവനില് പിന്നെ എന്തിലേക്ക് നയിക്കും? അവനെ അതില് വിച്ച് സ്റ്റിമുലേറ്റ്സ് ഹിസ് ഫോർ ഹെർ ഡ്രൈവ്സ്, അഭിവാജ്ഞയിലേക്ക്, അത് നേടാനുള്ള ഒരു അഭിവാജ്ഞയിലേക്ക് അത് നയിക്കും. ദീസ് ഡ്രൈവ്സ് generate a search behavior to satisfy such need. പിന്നെ എന്താ അവൻ ചെയ്യുന്നത്? ആ ആവശ്യം നിറവേറ്റുന്നത് വരെ അവൻ അതിനു വേണ്ടിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും. If such need is satisfied, the individual is relieved of tension. ആവശ്യങ്ങൾ നിറവേറ്റിയാല് ടെൻഷൻ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കത്തിൽ നിന്നും മോചിതനാവുകയും ചെയ്യുന്നു. ഇതാണ് മോട്ടിവേഷന്റെ പ്രോസസ്സ്. അതിന്റെ എക്സാമ്പിൾ ഇത് അവിടെ ഒന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ്, വായിച്ചു നോക്കാം. ദിസ് പ്രോസസ് ഓഫ് മോട്ടിവേഷൻ മേ ബി ഡെപിക്റ്റഡ് ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം. നമ്മുടെ NCERT ടെക്സ്റ്റിലെ അതേ ഡയഗ്രാം തന്നെയാണ്. ഈ ഡയഗ്രാം ബുക്കിലോട്ട് വരയ്ക്കണം. ചിലപ്പോൾ ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ ചോദിക്കാം. നോക്കിക്കേ, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരാളുടെ അൺസാറ്റിസ്ഫൈഡ് നീഡ്, അല്ലെ? അതായത് അതൃപ്തമായ ആവശ്യം, ഒരു വ്യക്തിയുടെ പൂർത്തീകരിക്കപ്പെടാത്ത ആവശ്യങ്ങളാണ് പ്രചോദന പ്രക്രിയയുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. അത് അവനെ എന്തിലേക്ക് നയിക്കും? ടെൻഷനിലേക്ക് നയിക്കും. അതിന്റെ ഓരോ
സ്റ്റെപ്പുകളാണ്, ഓരോ പ്രോസസ്സിന്റെ ഓരോ സ്റ്റെപ്സ് ആണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. അൺസാറ്റിസ്ഫൈഡ് നീഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ മോട്ടിവേഷൻ. മോട്ടിവേഷന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? അൺസാറ്റിസ്ഫൈഡ് നീഡ് ആണ്. നെക്സ്റ്റ്, ടെൻഷൻ. അൺസാറ്റിസ്ഫൈഡ് നീഡ് എന്തിലേക്ക് നയിക്കും? ടെൻഷനിലേക്ക് അല്ലെങ്കിൽ സംഘർഷം ഉളവാക്കുന്നു അല്ലെ? എന്താ അൺസാറ്റിസ്ഫൈഡ് നീഡ് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തുണ്ടാകുന്നു? ടെൻഷൻ ഉണ്ടാകുന്നു. അങ്ങനെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഡ്രൈവ്സ് ഉണ്ടാകുന്നു അല്ലെ? എന്താ ഡ്രൈവ്സ്? ടെൻഷൻ സ്റ്റിമുലേറ്റ്സ് ഹിസ് ഡ്രൈവ്സ്. അവന് ആ ഒരു അഭിവാഞ്യ, ഇത് കണ്ട അവിടെ ആ കുട്ടി ആ ഫുഡ് കിട്ടാനുള്ള ഒരു ആഗ്രഹമാണ് അവന്റെ മുഖത്ത് കാണുന്നത് അല്ലെ? അഭിവാഞ്യ അല്ലെങ്കിൽ ത്വരയാണ് അവിടെ വരുന്നത്. അപ്പൊ ടെൻഷൻ ഡ്രൈവ്സ്, ത്വരയെ ഉത്തേജിപ്പിക്കുന്നു. പിന്നെ എന്താണ്? അത് കഴിഞ്ഞാൽ അവൻ അതിനെ അന്വേഷിക്കും അല്ലെ? സെർച്ച് ബിഹേവിയർ, അന്വേഷണ പെരുമാറ്റം പിന്നെ അവനിൽ നിന്നുണ്ടാകുന്നത്. Drives put him into a state of search behavior to satisfy his needs. അപ്പൊ ഇത്തരത്തിലുള്ള ത്വരകൾ വ്യക്തിയെ അന്വേഷണ പെരുമാറ്റ അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യുന്നു, നയിക്കുന്നു. കണ്ടോ? ഡ്രൈവ്സ് എന്തിലേക്ക് വരുന്നു? സെർച്ച് ബിഹേവിയർ അല്ലെ? ഇനി ബിഹേവിയർ സെർച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റുന്നു? സാറ്റിസ്ഫൈഡ് നീഡ് ആണ് അല്ലെ? തൃപ്തമായ ആവശ്യമാണ്. സെർച്ച് ബിഹേവിയർ എൻഡ്സ് ഇൻ സാറ്റിസ്ഫൈഡ് നീഡ്സ്. ഈ അന്വേഷണ പെരുമാറ്റം ചെന്ന് നിൽക്കുന്നത് എവിടെയാണ്? നമ്മുടെ ആവശ്യം അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിലാണ് അല്ലെ? തൃപ്തിയോടെ നമ്മളവിടെ നമ്മുടെ നീഡ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണ്. അപ്പൊ സാറ്റിസ്ഫൈഡ് നീഡിലേക്ക് വരുന്നു. നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമ്മളുടെ ടെൻഷൻ റെഡ്യൂസ് ചെയ്യുന്നു. റിഡക്ഷൻ ഓഫ് ടെൻഷൻ. വൺസ് ദ നീഡ് ഈസ് സാറ്റിസ്ഫൈഡ് ഹി ഈസ് റിലീവ്ഡ് ഓഫ് ടെൻഷൻ. ഒരിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവന് ടെൻഷനിൽ നിന്ന് വിമുക്തനാകുന്നു. ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ഓർഡർ തെറ്റാതെ ബുക്കിലോട്ട് വരയ്ക്കണം. ഇനി മോട്ടിവേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. ആദ്യം സ്ലൈഡ് നോക്കിയിട്ട് വരാം. മോട്ടിവേഷൻ പ്രോസസ്സ് ഇങ്ങനെയാണ് ഇതിൽ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. വേണ്ട നമ്മുടെ SCERT ടെക്സ്റ്റിലെ ഡയഗ്രാം തന്നെ വരയ്ക്കുക കേട്ടോ. ഇനി മോട്ടിവേഷന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ഇറ്റ് ഇംപ്രൂവ്സ് എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ് ലെവൽ. മോട്ടിവേഷൻ ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു വർക്ക്. നമ്മുടെ ടെക്സ്റ്റോടെ ബേസ് ചെയ്തുള്ള എക്സ്പ്ലനേഷൻ നോക്കാം. Motivation helps to improve performance levels of employees as well as organization. Motivation തൊഴിലാളികളുടെയും സ്ഥാപനത്തിന്റെയും പ്രകടനം മെച്ചപ്പെടുത്തുന്നു. തൊഴിലാളികളുടെയും അതോടൊപ്പം സ്ഥാപനത്തിന്റെയും പ്രകടനം മോട്ടിവേഷൻ വഴി ഇംപ്രൂവ് ചെയ്യുന്നു. Good motivation in the organization helps to achieve higher levels of performance as motivated employees contribute their maximum efforts for organizational goals. ഇത്തരത്തിൽ എംപ്ലോയീസിന്റെ ആവശ്യങ്ങള് മോട്ടിവേഷനിലൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിലൂടെ എംപ്ലോയി അയാളുടെ ഊർജം മുഴുവൻ അയാളുടെ പ്രവർത്തനത്തിൽ പ്രയോഗിക്കുന്നു. ഇതുവഴി എന്ത് സാധിക്കുന്നു? ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ ഈസി ആയിട്ട് നേടിയെടുക്കുന്നതിന് സഹായിക്കുന്നു. സോ മോട്ടിവേഷൻ ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ലെവൽ ഓഫ് എംപ്ലോയീസ് ആസ് വെൽ ആസ് ദി ഓർഗനൈസേഷൻ. നെക്സ്റ്റ് പോയിന്റ്, change negative attitudes helps to create positive attitude അല്ലെ? അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റിക്കളയും. അതായത് if the organization rewards properly and supervisor gives proper encouragement, the worker may slowly develop a positive approach towards the work. ഓർഗനൈസേഷൻ അവരുടെ എംപ്ലോയീസിന് പ്രോപ്പർ ആയിട്ട് റിവാർഡ് കൊടുക്കുകയും സൂപ്പർവൈസർ ആവശ്യമായ എൻകറേജ്മെന്റ് പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുകയുമാണ് എങ്കിൽ വർക്കറുടെ ഉള്ളില് ആ ജോലിയോട് ഒരു പോസിറ്റീവ് അപ്രോച്ച് ഡെവലപ്പ് ചെയ്യുന്നതിന് സാധിക്കും. അങ്ങനെ അയാള് എല്ലാം ഐ ക്യാൻ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് വരുന്നതിന് സാധിക്കും. നോട്ടൂടെ നോക്കാം. ചേഞ്ച് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ മോട്ടിവേഷൻ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ എന്ത് ചെയ്യുന്നു? മാറ്റി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആകും. Motivation helps to change negative or indifferent attitudes of employee to positive attitudes so as to achieve organizational goals. ഇത്തരത്തില് മോട്ടിവേഷന്റെ ഫലമായി നെഗറ്റീവ് ആയിട്ടുള്ള സമീപനത്തിന് പകരം തൊഴിലാളികൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനത്തിലേക്ക് മാറുന്നു. If suitable rewards are given and supervisor gives positive encouragement and praise for the good work done,
the worker may slowly develop positive attitude towards the work. ഇത്തരത്തിൽ ഓർഗനൈസേഷൻ ആവശ്യമായ രീതിയിൽ പ്രതിഫലം നൽകുകയും സൂപ്പർവൈസർ തൊഴിലാളികളുടെ നല്ല പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്യുമ്പോൾ അവരെ അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ അനുമോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എംപ്ലോയി എന്ത് ചെയ്യും? പയ്യെ പയ്യെ ജോലിയോട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരും അല്ലെ? അവന്റെ ഉള്ളില് ആ ജോലി ഇഷ്ടപ്പെടുകയും അവന് ആ ജോലി ഒരു ഇഷ്ടപ്പെട്ട മനോഭാവത്തോടു കൂടി ചെയ്യുന്നതിന് ഉള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. സോ വി ക്യാൻ ഡെഫിനറ്റ്ലി സേ motivation change negative attitudes of employees into positive attitude. Third point, reduces employee turnover and absenteeism. Employees in the turnover, കൊഴിഞ്ഞുപോക്ക്, അതുപോലെ തന്നെ absenteeism ഒക്കെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. Motivation creates confidence and morale in the workforce, and workers will be loyal to the organization, which will result in lower employee turnover and absenteeism. Motivation വഴി വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു മനോവീര്യം സൃഷ്ടിക്കുന്നതിനും ഓർഗനൈസേഷനോടുള്ള ഒരു ആത്മാർത്ഥത ക്രിയേറ്റ് ചെയ്യുന്നതിനും ഒക്കെ സാധിക്കുന്നു. അതുവഴി എംപ്ലോയീസിന്റെ ഒഴിഞ്ഞുപോക്കൽ ഇല്ലാതാവുകയും അതുപോലെ തന്നെ അവര് ആബ്സെന്റ് ആവുന്നത് അല്ലെങ്കിൽ ഹാജരാകാതിരിക്കുന്നത് കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതിന് സാധിക്കുന്നു. നോക്കുക, reduce employee turnover. രണ്ട് പോയിന്റ് ആയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്, അങ്ങനെ തന്നെ എഴുതുക. Motivation helps to reduce employee turnover and thereby saves the cost of new recruitment and training. ഈ മോട്ടിവേഷന്റെ കുറവ് കാരണമാണ് തൊഴിലാളികള് ജോലിയിൽ നിന്ന് വിട്ടുപോകുന്നതിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ if the manager identify the motivational needs of employees and provide suitable incentives, employee may not think of leaving the organization. അതുകൊണ്ട് വേണ്ടത്ര പ്രതിഫലവും ആനുകൂല്യങ്ങളും നൽകുകയാണെങ്കിൽ എംപ്ലോയീസ് സ്ഥാപനം വിട്ടുപോകാൻ താല്പര്യപ്പെടുകയില്ല. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് സാധിക്കും? Proper motivation helps to retain talented employees in the organization. അപ്പൊ അതുവഴി പ്രോപ്പർ മോട്ടിവേഷൻ വഴി കഴിവുറ്റ തൊഴിലാളികളെ നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ നിലനിർത്തുന്നതിന് സാധിക്കുന്നു അല്ലെ? അപ്പൊ അതുകൊണ്ട് പുതിയ റിക്രൂട്ട്മെന്റ് നമ്മളിങ്ങനെ മോട്ടിവേഷൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? സ്ഥാപനത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകും. അപ്പൊ വീണ്ടും നമ്മൾ പുതിയ ആളെ റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട വരും. അപ്പോഴൊക്കെ നമ്മുടെ കോസ്റ്റ് കൂടും. അപ്പൊ എന്താ നല്ലത്? ഉള്ള ആളുകളെ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് അവിടെ തന്നെ നിലനിർത്തുന്നതാണ് നല്ലത്. സോ വി ക്യാൻ സേ മോട്ടിവേഷൻ reduce employee turnover. Next, reduce employee absenteeism. അതായത് തൊഴിലാളികൾ ഹാജരാകാതിരിക്കുന്നതിന്റെ എണ്ണവും കുറയ്ക്കുന്നു. Motivation helps to reduce absenteeism in the organization. ഓർഗനൈസേഷനിൽ തൊഴിലാളികൾ ഹാജരാകാത്ത ഒരവസ്ഥ വളരെയധികം കുറയ്ക്കുന്നതിന് പ്രചോദനം സഹായിക്കുന്നു. Some important reasons for absenteeism are bad working conditions, inadequate rewards, lack of recognition, poor relations with the supervisors and colleagues, etc. അപ്പൊ ഇങ്ങനെ ആബ്സെന്റീസം ഉണ്ടാകാനുള്ളതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടുത്തെ ബാഡ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കാം, മോശമായ വർക്കിംഗ് കണ്ടീഷനോ, അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് എംപ്ലോയീസിന് ആവശ്യത്തിന് പ്രതിഫലം കൊടുക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന അംഗീകാരങ്ങൾ കൊടുക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ സുപ്പീരിയറും മറ്റു സഹപ്രവർത്തകരുമായിട്ടുള്ള മോശം റിലേഷൻസ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ ഹാജരാകാതെ ഇരിക്കാം. If motivation is adequately provided, work becomes a source of pleasure and workers attend to the work regularly. മതിയായ രീതിയിൽ മോട്ടിവേഷൻ നൽകുകയാണെങ്കിൽ ജോലി വളരെ സന്തോഷപ്രദമാവുകയും തൊഴിലാളികൾ മുടങ്ങാതെ ഓർഗനൈസേഷനിൽ ജോലിക്ക് എത്തുകയും ചെയ്യും. So we can say motivation reduce employee absenteeism. Next, introduce changes smoothly. Another helps to accept changes. The business environment is always changing, so that the business has to adopt these changes in time. Motivation among the employees will help to adopt these changes without any hesitation.
അപ്പൊ നമ്മൾക്കറിയാം ബിസിനസിന്റെ എൻവയോൺമെന്റ് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബിസിനസ്സിന് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇത്തരം മാറ്റങ്ങളെ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എംപ്ലോയീസ് എല്ലായ്പ്പോഴും മാറ്റങ്ങളെ ചെറുക്കുന്ന ആളുകളായിരിക്കും അല്ലെ. അപ്പം ആ മാറ്റത്തെ ഉൾക്കൊള്ളാനായിട്ട് ഓർഗനൈസേഷനെ സജ്ജമാക്കുന്നത് ഏത് പ്രക്രിയയാണ്? അതിന്റെ മാനേജേഴ്സും വേണ്ട രീതിയിലുള്ള മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് അവരെ സജ്ജരാക്കുന്നത്. നോക്കാം, ഇൻട്രൊഡ്യൂസ് ചേഞ്ചസ് സ്മൂത്ത്ലി, അതായത് മാറ്റങ്ങളെ വളരെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു. മോട്ടിവേഷൻ ഹെൽപ്സ് മാനേജേഴ്സ് ടു ഇൻട്രൊഡ്യൂസ് ചേഞ്ചസ് സ്മൂത്ത്ലി വിതൗട്ട് മച്ച് റെസിസ്റ്റൻസ് ഫ്രം പീപ്പിൾ. മോട്ടിവേഷൻ വഴി മാനേജേഴ്സിന് ഓർഗനൈസേഷനിലെ മാറ്റങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും എംപ്ലോയീസിന്റെ ഒരുപാട് എതിർപ്പുകൾ ഇല്ലാതെ ആ മാറ്റങ്ങൾ തങ്ങളുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നതിന് അതുമായിട്ട് യോജിച്ച് കൊണ്ടുപോകുന്നതിന് ഒക്കെ സഹായിക്കുന്നു. If manager can convince employees that proposed changes will bring additional rewards to employees, they may readily accept the change. അപ്പൊ മാനേജർക്ക് ജീവനക്കാരെ ഇത്തരത്തിലുള്ള പുതിയ മാറ്റങ്ങളുടെ നല്ല വശങ്ങളെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് എങ്കിൽ അവരെന്ത് ചെയ്യും? ആ മാറ്റങ്ങളെ നല്ല രീതിയിൽ ഉൾക്കൊള്ളുകയും അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാവുകയും ചെയ്യും. അപ്പൊ മാനേജർ എന്ത് ചെയ്യണം? ഈ മാറ്റങ്ങൾ വഴി ഉണ്ടാകുന്ന നല്ല വശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. If manager can convince the employees that proposed changes will bring additional rewards to employees, ഈ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടെന്നാൽ നിങ്ങൾക്കും അതിന്റെ അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ they may readily accept the change. അവര് ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് വളരെ സന്നദ്ധരായിരിക്കും. അപ്പൊ എന്തിനു സഹായിക്കുന്നു മോട്ടിവേഷൻ? ഹെൽപ്സ് ടു ഇൻട്രൊഡ്യൂസ് ചേഞ്ചസ് സ്മൂത്ത്ലി. ഇത്രയുമാണ് ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ എന്ന ഹെഡിൽ നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ് ലെവൽ അല്ലെ. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു ചേഞ്ച് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് or helps reduce the employee turnover and absenteeism. Next, turnover and absenteeism 2 പോയിന്റ് ആയിട്ടാണ് നമ്മൾ നോട്ടിൽ പറഞ്ഞത്. നെക്സ്റ്റ്, അക്കംപ്ലിഷ്മെന്റ് ഹെൽപ്സ് ടു അക്സെപ്റ്റ് ചേഞ്ചസ്. ഇത്രയും ആണ് നോട്ടിലേക്ക് എഴുതേണ്ടത്. ഈ നോട്ടിലെ ഇത്രയും നോട്ട്സ് നമ്മൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഏത്? മോട്ടിവേഷന്റെ പ്രോസസ്സ് തുടങ്ങി ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ വരെ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.